എല്ലാവർക്കും നമസ്കാരം. സ്വാഗതം. നമ്മളിവിടെ വലിയ വിഷയങ്ങളെ എടുത്ത് വളരെ ലളിതമായി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണ്. നമുക്കൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ഇത് നമ്മളെല്ലാവരും ദിവസവും ഉപയോഗിക്കുന്ന നമ്മുടെ സാമ്പത്തിക ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ശരി, അപ്പൊ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഇത് വെറുതെ പണമിടുന്നതും എടുക്കുന്നതും മാത്രമല്ല, നമ്മുടെയൊക്കെ പേഴ്സണൽ ഫിനാൻസിന് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ഒരു സിസ്റ്റം അതെന്താണെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, റീറ്റെയിൽ ബാങ്കിങ്ങിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് നമ്മൾ ഒരു പടി പിന്നോട്ട് പോകണം. എന്താണ് ശരിക്കും ബാങ്കിംഗ്? ആ ഒരു അടിസ്ഥാന ആശയം ആദ്യം ക്ലിയറാക്കണം. അപ്പോ ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബാങ്കിംഗ് റെഗുലേഷൻ ആക്ട് 1949 അനുസരിച്ചുള്ള ഔദ്യോഗിക നിർവചനം. ഇത് വായിക്കുമ്പോൾ കുറച്ച് സങ്കീർണമായി തോന്നാമല്ലേ? പക്ഷേ സംഭവം സിമ്പിളാണ്. ഇതിൽ പറയുന്ന ഒരു വാക്കാണ് ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി അഥവാ സാമ്പത്തിക ഇടനിലക്കാരൻ. അതായത് കയ്യിൽ കൂടുതൽ പണമുള്ളവരിൽ നിന്ന് നിക്ഷേപമായി സ്വീകരിച്ച് പണം ആവശ്യമുള്ളവർക്കത് വായ്പയായി കൊടുക്കുന്ന ഒരു ഇടനിലക്കാരൻ. അതാണ് ഒരു ബാങ്കിന്റെ പ്രധാന ജോലി. ഇനി ഈ സ്ലൈഡിലേക്കൊന്ന് നോക്കിക്കേ. ഒരു ബാങ്കിന്റെ പ്രധാന ജോലികൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കാണാം. ഒന്നാമത്തേത് അക്സെപ്റ്റിംഗ് ഡിപ്പോസിറ്റ്സ്, അതായത് നമ്മൾ പണം നിക്ഷേപിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നത്. പിന്നെ ലെൻഡിംഗ് ഓഫ് ഫണ്ട്സ്, വീട് വെക്കാനോ കാറ് വാങ്ങാനോ ഒക്കെ നമുക്ക് ലോൺ തരുന്നത്. അതുപോലെ ബില്ലടയ്ക്കാനും പണം പിൻവലിക്കാനുമുള്ള സൗകര്യങ്ങൾ, അതായത് പേയ്മെന്റ് ആൻഡ് വിഡ്രോവൻ. ഇതുകൂടാതെ നമ്മുടെ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നത് പോലുള്ള ചില ഏജൻസി സേവനങ്ങളും ബാങ്കുകൾ ചെയ്യാറുണ്ട്. ഓർക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം കൃത്യമായ നിയമങ്ങൾ പാലിച്ച് ഒരു റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയന്ത്രണത്തിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കിംഗ് എന്താണെന്നുള്ള ഒരു പൊതുവായ ഐഡിയ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. നമുക്ക് റീറ്റെയിൽ ബാങ്കിങ്ങിനെ പരിചയപ്പെടാം. ഇതാണ് നമ്മൾ ഓരോരുത്തരും ദിവസവും ഉപയോഗിക്കുന്ന ബാങ്കിംഗ്. അതായത് വലിയ കോർപ്പറേഷനുകളോടോ ബിസിനസ്സുകളോടോ അല്ല, മറിച്ച് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാരുമായി ബാങ്കുകൾ നേരിട്ട് നടത്തുന്ന ഇടപാടുകൾ. നമ്മുടെയൊക്കെ സേവിങ്സ് അക്കൗണ്ട്, നമ്മളെടുക്കുന്ന ഹോം ലോൺ, നമ്മൾ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡ്, ഇതെല്ലാമാണ് റീറ്റെയിൽ ബാങ്കിങ്ങിന്റെ ഭാഗം. ഇതിനെ കൺസ്യൂമർ ബാങ്കിംഗ് എന്നോ പേഴ്സണൽ ബാങ്കിംഗ് എന്നോ പറയാറുണ്ട്. ഈ ടേബിൾ നോക്കുമ്പോൾ തന്നെ സംഭവം ക്ലിയറാവും. കോർപ്പറേറ്റ് ബാങ്കിങ്ങും റീറ്റെയിൽ ബാങ്കിങ്ങും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? കോർപ്പറേറ്റ് ബാങ്കിംഗ് വലിയ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അവിടെ ലോണിന്റെ വലുപ്പമൊക്കെ വളരെ കൂടുതലായിരിക്കും. പക്ഷേ റീറ്റെയിൽ ബാങ്കിംഗ് നമ്മളെപ്പോലുള്ള ശമ്പളക്കാർക്കും സാധാരണ കുടുംബങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ലോണുകൾ താരതമ്യേന ചെറുതായിരിക്കും, സേവനങ്ങളും സ്റ്റാൻഡേർഡായിരിക്കും. റിസ്കിന്റെ കാര്യത്തിലും വ്യത്യാസമുണ്ട്. ഒന്നൊരു ഭീമൻ കപ്പല് പോലെയാണെങ്കിൽ മറ്റേത് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരുപാട് ചെറിയ ബോട്ടുകൾ പോലെയാണ്. അപ്പോ ഇന്ത്യയിലെ റീറ്റെയിൽ ബാങ്കിങ്ങിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് നോക്കണം. അതൊരു അവിശ്വസനീയമായ യാത്ര തന്നെയാണ്. ഇതൊരു ഗംഭീര യാത്ര തന്നെയായിരുന്നു. നോക്കൂ, 1947 മുൻപ് ബാങ്കിംഗ് എന്നത് നഗരങ്ങളിലെ കുറച്ച് ഉയർന്ന ആളുകൾക്ക് മാത്രം കിട്ടിയിരുന്ന ഒരു സൗകര്യമായിരുന്നു. എന്നാൽ 1969 ദേശസാൽക്കരണം അതൊന്നാകെ മാറ്റിമറിക്കാൻ ശ്രമിച്ചു. ബാങ്കുകളുടെ ശാഖകൾ ഗ്രാമങ്ങളിലേക്ക് എത്തിത്തുടങ്ങി. പിന്നെ 1991 ഉദാരവൽക്കരണം വന്നതോടെ സ്വകാര്യ ബാങ്കുകൾ വന്നു. അതോടൊപ്പം ക്രെഡിറ്റ് കാർഡുകളും പേഴ്സണൽ ലോണുകളും ഒക്കെ വന്നു. 2000 ഇന്റർനെറ്റും മൊബൈൽ ബാങ്കിങ്ങും വ്യാപകമായി. പക്ഷേ യഥാർത്ഥ വിപ്ലവം വരുന്നത് 2014-16 കാലഘട്ടത്തിലാണ്. ജൻധൻ യോജനയും UPIയും വന്നതോടെ. ഇന്നത്തെ അവസ്ഥയോ? നിയോ ബാങ്കുകളും AI ബേസ്ഡ് സർവീസുകളുമൊക്കെയായി ബാങ്കിംഗ് നമ്മുടെ വിരൽത്തുമ്പിലാണ്. ചുരുക്കം ചിലരുടെ സൗകര്യത്തിൽ നിന്ന് കോടിക്കണക്കിന് ആളുകളുടെ ഒരു അവകാശമായി ബാങ്കിംഗ് മാറി. ഈ ദേശസാൽക്കരണ കാലഘട്ടം ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. അന്ന് ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യം രണ്ടായിരുന്നു. ഒന്ന്, സാമ്പത്തിക ഉൾപ്പെടുത്തൽ അഥവാ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോത്സാഹിപ്പിക്കുക. 2, കൃഷി പോലുള്ള മുൻഗണനാ മേഖലകളിലേക്ക് വായ്പ എത്തിക്കുക. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക വികസനത്തിനായി ബാങ്കിംഗ് സംവിധാനത്തെ ഉപയോഗിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പിന്നെ 2016 NPCI അവതരിപ്പിച്ച UPI അതൊരു വിപ്ലവം തന്നെയായിരുന്നു. റീറ്റെയിൽ പേയ്മെന്റുകളെ അത് പൂർണ്ണമായി മാറ്റിമറിച്ചു. ഒരു ചെറിയ ചായക്കടയിൽ പോലും QR കോഡ് സ്കാൻ ചെയ്ത് പണമടയ്ക്കാൻ നമ്മളെ സഹായിച്ചത് UPI ആണ്. പണമിടപാടുകൾ ഇത്രയേറെ ലളിതവും വേഗത്തിലുമാക്കി, എല്ലാവർക്കും ലഭ്യവുമാക്കി. അപ്പോ ഈ റീറ്റെയിൽ ബാങ്കിംഗ് നമുക്ക് നൽകുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും എന്തൊക്കെയാണ്? ഇതിന് ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ? നമുക്ക് നോക്കാം. റീറ്റെയിൽ ബാങ്കിങ്ങിലെ പ്രധാന സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഡിപ്പോസിറ്റ് സർവീസസ്.
നമ്മുടെ സേവിങ്സ് അക്കൗണ്ടുകൾ, ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളൊക്കെ ഇതിൽ വരും. പിന്നെ ലോൺ സർവീസസ് ഉണ്ട്, ഹോം ലോൺ, ഓട്ടോ ലോൺ, പേഴ്സണൽ ലോൺ, അങ്ങനെ പലതും. കാർഡ് സർവീസസ്, അതായത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും. പിന്നെ ഡിജിറ്റൽ ബാങ്കിംഗ്, നമ്മുടെ മൊബൈൽ ബാങ്കിങ്ങും UPIയും ഒക്കെ. ഇതുകൂടാതെ ഇൻവെസ്റ്റ്മെന്റിനും ഇൻഷുറൻസിനുമുള്ള സേവനങ്ങളും ബാങ്കുകൾ നൽകുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മിക്കവാറും എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും റീറ്റെയിൽ ബാങ്കിങ്ങിൽ ഒരു പരിഹാരമുണ്ട്. റീറ്റെയിൽ ബാങ്കിങ്ങിന്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും പ്രധാനം അത് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ്. അതായത് കൂടുതൽ ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് എത്തിക്കുന്നു. പിന്നെ ആളുകൾക്ക് ലോൺ കിട്ടുമ്പോൾ അവർ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നു. അത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ സഹായിക്കുന്നു. നമുക്ക് 24/7 പണം ഉപയോഗിക്കാനുള്ള സൗകര്യം കിട്ടുന്നു. ബാങ്കുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിസ്ക് ഒരുപാട് ഉപഭോക്താക്കളിലായി വിഭജിക്കപ്പെടുന്നു. പിന്നെ ഡിജിറ്റൽ ഇന്ത്യ എന്ന ലക്ഷ്യത്തെയും ഇത് ഒരുപാട് പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ ഗുണങ്ങളുള്ളതുപോലെ തന്നെ ചില ദോഷങ്ങളുമുണ്ട്. ഒന്നാമതായി ഉയർന്ന പ്രവർത്തന ചെലവ്. കോടിക്കണക്കിന് ഉപഭോക്താക്കളെ കൈകാര്യം ചെയ്യാൻ വലിയ ചെലവ് വരും. പിന്നെ സൈബർ സുരക്ഷാ ഭീഷണികൾ. ഓൺലൈൻ തട്ടിപ്പുകൾ ഇപ്പോൾ ഒരുപാട് കൂടുന്നുണ്ടല്ലോ. അതുപോലെ വായ്പ തിരിച്ചടക്കാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് NPAs. ബാങ്കുകൾ തമ്മിലുള്ള കടുത്ത മത്സരവും ഒരു വെല്ലുവിളിയാണ്. പിന്നെ ടെക്നോളജിയെ ഒരുപാട് ആശ്രയിക്കുമ്പോൾ അതിലെന്തെങ്കിലും തകരാറ് വന്നാൽ സേവനങ്ങൾ മുടങ്ങാനും സാധ്യതയുണ്ട്. അപ്പോ ഇത്രയും വലിയൊരു സംവിധാനം പ്രവർത്തിക്കുമ്പോൾ അതിന് കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും വേണ്ടേ? ആരാണ് ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്? നമുക്ക് ആ കേന്ദ്ര അതോറിറ്റിയെക്കുറിച്ച് നോക്കാം. അതോറിറ്റിയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അഥവാ RBI. ഇന്ത്യയിലെ ബാങ്കുകളുടെയെല്ലാം തലവനെന്ന് വേണമെങ്കിൽ പറയാം. ബാങ്കിംഗ് രംഗത്ത് സ്ഥിരതയും കാര്യക്ഷമതയും നീതിയും ഉറപ്പാക്കുക എന്നതാണ് RBIയുടെ പ്രധാന ദൗത്യം. നമ്മളെപ്പോലുള്ള ഉപഭോക്താക്കളെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കുന്നതും RBI ആണ്. ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ RBI നടപ്പിലാക്കിയ ചില പ്രധാന മാർഗനിർദ്ദേശങ്ങൾ നോക്കാം. 1. കർശനമായ KYC, അതായത് നോ യോർ കസ്റ്റമർ മാനദണ്ഡങ്ങൾ. നമ്മൾ അക്കൗണ്ട് തുടങ്ങുമ്പോൾ ID കാർഡ് കൊടുക്കുന്നത് ഇതുകൊണ്ടാണ്. 2. 2-ഫാക്ടർ ഓതന്റിക്കേഷൻ. ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുമ്പോൾ നമ്മുടെ ഫോണിലേക്ക് വരുന്ന OTP ഇല്ലേ, അതാണ് സംഭവം. നമ്മുടെ പണം സുരക്ഷിതമാക്കാൻ ഇത് സഹായിക്കുന്നു. 3. ബാങ്കുകൾ നമ്മളോട് മാന്യമായി ഇടപെടുന്നു എന്ന് ഉറപ്പാക്കുന്ന ഫെയർ പ്രാക്ടീസസ് കോഡ്. നമുക്ക് പരാതികളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഒരു ഗ്രീവൻസ് റീഡ്രസൽ സംവിധാനം വേണമെന്ന് RBI നിഷ്കർഷിക്കുന്നു. പിന്നെ ലോൺ പലിശ നിരക്കുകൾ റിപ്പോ റേറ്റ് പോലുള്ളവയുമായി ബന്ധിപ്പിച്ച് സുതാര്യത ഉറപ്പാക്കുന്നു. ഈ റെപ്പോ റേറ്റ് അഥവാ റെപ്പോ റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണിത്? വളരെ ലളിതമായി പറഞ്ഞാൽ വാണിജ്യ ബാങ്കുകൾക്ക് പണം ആവശ്യം വരുമ്പോൾ RBIയിൽ നിന്ന് കടം വാങ്ങുന്ന പലിശ നിരക്കാണിത്. രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കാനുള്ള RBIയുടെ പ്രധാന ഉപകരണം ഇതാണ്. ഉദാഹരണത്തിന് RBI റെപ്പോ റേറ്റ് കൂട്ടിയാൽ ബാങ്കുകൾക്ക് RBIയിൽ നിന്ന് പണം കടം വാങ്ങാൻ ചെലവ് കൂടും. അപ്പോൾ ബാങ്കുകൾ എന്തു ചെയ്യും? അവർ നമുക്ക് തരുന്ന ഹോം ലോണിന്റെയും കാർ ലോണിന്റെയും പലിശ നിരക്ക് കൂട്ടും. നേരെ മറിച്ച് റെപ്പോ റേറ്റ് കുറച്ചാലോ നമ്മുടെ ലോണുകളുടെ പലിശ കുറയാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഇത് നമ്മളെ നേരിട്ട് ബാധിക്കുന്നത്. അപ്പോ ഭാവിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്? തീർച്ചയായും ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. AI അടിസ്ഥാനമാക്കിയുള്ള കസ്റ്റമർ സപ്പോർട്ട്, UPIയുടെ കൂടുതൽ വിപുലമായ ഉപയോഗം, പിന്നെ ബാങ്ക് ബ്രാഞ്ചുകൾ പോലുമില്ലാത്ത പൂർണ്ണമായും ഡിജിറ്റലായ നിയോ ബാങ്കുകളുടെ വളർച്ച, ഇതെല്ലാം റീറ്റെയിൽ ബാങ്കിങ്ങിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തിക്കുന്നു. ബാങ്കിംഗ് ഇത്രയധികം ഡിജിറ്റലായി മാറുമ്പോൾ ഉപഭോക്താക്കളെ സംരക്ഷിക്കാൻ എങ്ങനെയുള്ള പുതിയ നിയമങ്ങളായിരിക്കും നമുക്ക് ആവശ്യം? ഈ സാങ്കേതികവിദ്യയുടെ വേഗതയ്ക്കൊപ്പം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും എത്താൻ കഴിയുമോ? ഇത് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.